ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പെറ്റമ്മയാണെന്നൊരു വേഷം മാത്രമേ മേഡം രാധയ്ക്ക് മുന്നിൽ കെട്ടുന്നുള്ളൂ. പക്ഷെ ഒരേ സമയം ശ്യാമയായും ഫിദയായും മാറുന്ന ആളിന്റെ അടുത്താ മേഡത്തിന്റെ മത്സരം. എന്തായാലും ഈ മത്സരത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാ. ഇനിയുള്ള മാർഗം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. ഞാനേ ഡയറക്ടർ സാറിനെ ഒന്ന് ചെന്ന് കാണട്ടെ. മോളെ പോയി കണ്ടിട്ടോ? ശരി. ഡയറക്ടർ കാര്യം പറയുമ്പോ എന്തൊരു സന്തോഷമായിരിക്കും അവളുടെ മുഖത്ത്. പിന്നില്ലേ, കേൾക്കാൻ പോകുന്നത് ചെറിയ കാര്യമാണോ? ഏയ്, ഇങ്ങ് വാ. ഡയറക്ടർ എന്തിനാ വിളിച്ചേ? എനിക്കറിയില്ല, വന്നപ്പോഴാ വിളിച്ചത്. വന്നിറങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ? ഞാൻ കൊടുത്തൊന്നും അല്ല. ഓ, ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ ഫോൺ നമ്പർ ആണല്ലോ രാധിക മാഡത്തിന്റെ കയ്യിലിരിക്കുന്നത്. പിന്നെ അയാൾ വിളിച്ചത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്ന ചെറിയ വേഷം ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ എന്റെ പുറകെ നിന്ന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാനോ ആയിരിക്കും. പറ്റില്ല എന്ന് അപ്പൊ തന്നെ പറഞ്ഞേക്കണം, മനസ്സിലായോ? പറയാം. രാധിക വന്നോ? എന്താ സർ? ആദ്യമേ തനിക്കൊരു കൺഗ്രാറ്റ്സ് പറയാം. താനാള് കണ്ടതുപോലെയല്ലോ, വലിയ വലിയ ഇടങ്ങളിലൊക്കെ ആണല്ലോ പിടി. എന്താ സർ? കുറച്ചു മുമ്പ് ശ്യാമ മാഡം വിളിച്ചിരുന്നു. ആക്ച്വലി നമ്മുടെ സിനിമയിൽ ഒരു സോങ് ശ്യാമ മാഡം ഇന്ന് പാടേണ്ടതായിരുന്നു. മേഡത്തിന് എന്തോ ത്രോട്ട് ഇൻഫെക്ഷൻ. റെക്കോർഡിംഗ് മുടക്കാനും പറ്റില്ല. ശ്യാമ മാഡം ആ പാട്ട് പാടാൻ മേഡത്തിന് പകരം രാധികയാണ് ശുപാർശ ചെയ്തത്. ഞാനോ? ശ്യാമ മാഡം അത്ര കോൺഫിഡൻസോട് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കിനി സംശയമൊന്നുമില്ല. കുറച്ചു കഴിഞ്ഞ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. അയ്യോ, അത് അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും സർ. അല്ലാതെ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടുക എന്നൊക്കെ പറഞ്ഞ ശ്യാമ മേഡത്തിനേക്കാൾ വിലയിരുത്താൻ അറിയില്ലല്ലോ പ്രിയങ്കയ്ക്ക്. സർ, ശ്യാമമ്മയുടെ എന്റെ പേര് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഇവിടുന്ന്